നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് അനുമോള് പോയി സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആദ്യം ചെല്ലുമ്പോൾ അക്ബറാണെങ്കിൽ പുച്ഛിച്ചങ്ങ് തള്ളു എന്താണ് എന്നുള്ള രീതിക്ക് ഞാനവിടെ ഇരുന്നോട്ടെ വേണ്ട എന്നുള്ള രീതിയിൽ അക്ബർ ഇങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അനുമോള് ചെന്ന് അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്തോ പറഞ്ഞു തുടങ്ങണ്ടേന്ന് അറിയത്തില്ല. കാരണം ഇവർ തമ്മിലാണല്ലോ ഏറ്റവും വലിയ ടോം ആൻഡ് ജെറി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ അടുക്കാത്ത രണ്ടുപേരാണ്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് പറയണം നമുക്ക് പുറത്ത് പോയി സംസാരിച്ചാലോ, പുറത്ത് പോയി സംസാരിക്കാൻ ഞാൻ എന്താ നിൻ്റെ കാമുകിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഭയങ്കര ജാടയിടുന്നു. അപ്പോഴത്തേനും അനുമോൾ പുറത്തോട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഈ അക്ബർ സിങ്ക് ആവുന്നില്ല എന്നുള്ളത് നമ്മുടെ നെവീൻ്റെ അടുത്തും ആദിലയുടെ അടുത്തും പറയുകയാണ്. അപ്പം നെവീനും ആദിലയും കൂടെ ഓടി വരുവാണ്. എന്താണ് അക്ബറെ, ജാട വിട്, മുടമാറ്റ്, മര്യാദയ്ക്ക് സംസാരിക്കുക, അവൾ സംസാരിക്കാൻ വന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ നെവീനും ആദിലയും കൂടെ പറയുകയാണ്. അവളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, നീ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നു, ഇത്ര കിടന്ന് ജാട കാണിക്കുന്ന എന്തിനാ അതിനകത്ത് എന്നുള്ള രീതിയിൽ അക്ബറിനെ കുറച്ച് മയപ്പെടുത്താണ്. നമ്മൾ അനുമോൾ വന്നിരിക്കുന്നു, അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അക്ബറിൻ്റെ അടുത്ത് പറയാണ് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചു, മറക്കാം എന്നുള്ള രീതിയിൽ. അപ്പം നെവിൻ പറയുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്, അക്ബർ നീ അവളോടും എല്ലാ കാര്യങ്ങളും ക്ഷമിക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ അനുമോളായിട്ടത് പറഞ്ഞില്ല കേട്ടോ. അനുമോൾ പറയുന്നത് ഞാനെല്ലാം ക്ഷമിക്കാൻ മറക്കാം എന്നുള്ള രീതിക്കാണ് ചെന്ന് പറയുന്നത്. ഒരാളോട് ക്ഷമ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ മിസ്റ്റേക്കാണല്ലോ പറയേണ്ടത്. അനുമോൾ നേരെ തിരിച്ചാണ് പറഞ്ഞത്. എനിവേ അനുമോൾ സോറിയൊക്കെ ചോദിച്ചു അക്ബറിൻ്റെ അടുത്ത്. അപ്പോൾ അക്ബർ പറയണം ഞാൻ നിൻ്റെ പേരിലൊരു റാപ്പൊക്കെ എഴുതി പാടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു, ആ സമയത്ത് നീ ഇങ്ങനെ എൻ്റെ അടുത്ത് സോറി ഒന്നും ചോദിച്ച് കളയരുത്, ഞാനൊരു ഉഗ്രനൊരു റാപ്പൊക്കെ നിനക്ക് പേരിൽ എഴുതിയിട്ടുണ്ട്, ഞാനത് ബിഗ് ബോസിനോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ പാടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയണം. അനുമോൾ പറഞ്ഞു അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, നീ പാടിക്കും, എത്ര വേണമെങ്കിലും പാടിക്കും, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിവിടെ വെച്ച് കഴിയണം, അത് കഴിഞ്ഞു, ഞാനതൊന്നും മനസ്സിൽ വെക്കുന്നില്ല, നീ ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പോൾ അക്ബറിന് എപ്പോഴും അനുമോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പുറകിൽ ബസ്സിലെ ആൾക്കാരെ പോലെ നിന്നിട്ട് ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ പറഞ്ഞിരുന്നു. അത് അക്ബറിന് അനുമോളുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. പക്ഷേ അനുമോൾ ഒരിക്കലും അനുമോളുടെ ആ തെറ്റ്, ആ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് അനുമോൾ ഒരിക്കലും ഓപ്പണായിട്ട് പറയാൻ അനുമോൾ റെഡിയല്ല. അക്ബർ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ഭാഗങ്ങൾ ഇങ്ങനെ നീറ്റാക്കി പറയണം. അനുമോൾക്കറിയാം അനുമോൾ അത് പറഞ്ഞത് തെറ്റാണെന്ന്, പക്ഷേ അങ്ങോട്ട് ഓപ്പണായിട്ടത് പറയാൻ അനുമോൾക്കൊരു മടി. ലാസ്റ്റിൽ അനുമോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നീ പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുമോൾ പറഞ്ഞു ശരി പറഞ്ഞിട്ടുണ്ട്, അതിന് സോറി ചോദിക്കുന്നു. അനുമോൾക്ക് കുറ്റം അങ്ങോട്ട് സമ്മതിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അനുമോൾ മനസ്സറിഞ്ഞ ഒരു മനുഷ്യരോട് ഈ കുറ്റം സമ്മതിക്കുകയോ സോറി പറയുകയോ ചെയ്യത്തില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. സോറി പറയാൻ ചെന്നതാണെങ്കിൽ സോറി പറയുക, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു, അത് ഉൾക്കൊള്ളുന്ന ആളാണെങ്കിൽ സോറി പറയുക എന്നതുള്ളതാണ്. എന്തായാലും അവർ തമ്മിൽ ആ ഒരു കാര്യം സംസാരിച്ചു. അക്ബർ പറഞ്ഞു നീ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനൊന്നും ആരോടും പറയരുത് എന്നുള്ള രീതിയിൽ. അനുമോൾ ഇങ്ങനെ ഞാനത് പറഞ്ഞു പോയി, എൻ്റെ മൂക്കിന് അന്ന് പ്രശ്നമൊക്കെ ആയപ്പോൾ അങ്ങനെ സംഭവിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ. എനിവേ അവർ തമ്മിലുള്ള പ്രശ്നം അങ്ങ് പറഞ്ഞു തീർത്തു. അനുമോൾ ഇനിയും പോവോ എന്നുള്ള പേടി കൊണ്ടൊക്കെയാണോ ഇത് പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അനുമോൾ എല്ലാവരുടെ അടുത്തും പോയി കോംപ്രമൈസായി സ്നേഹത്തോടെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത്.